ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളെയും സുഖമായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു രസം, ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു രസം. നമുക്ക് എത്രയും പെട്ടെന്ന് രസം ഉണ്ടാക്കാം. ഈ രസം വളരെ ടേസ്റ്റാണ്. അതേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന്, എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരു രസം, എന്ത് രസമാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു രസം ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റോടുകൂടി, നല്ല ടേസ്റ്റോടുകൂടിയ ബീട്രൂട്ട് രസം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു ബീട്രൂട്ട്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഇത് രണ്ടും കൂടെ കുക്കറിലിട്ട് ഒരു 3 വിസിലടിച്ച് തക്കാളിയുടെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തു വരാം. നമുക്ക് വേണ്ടത്, അതിനാവശ്യമുള്ളത് എന്നൊക്കെയെന്ന് ചോദിച്ചാൽ ഇതുപോലെ 1, 2, 3 അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 4 വറ്റൽമുളക്. ഞാനിവിടെ ഒരു 3 എരിവുള്ളതും ഒരു പകുതി കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട് ഡ്രൈ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഇതുപോലെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില, ഇതുപോലെ ഒരു 5-8 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഇതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞെടുത്ത അതിൻ്റെ ജ്യൂസും. പിന്നെ നമുക്ക് വേണ്ടത് കായം, പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തൊന്ന് ചതച്ച് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് അത് എല്ലാം അരച്ചു വന്നിട്ടുണ്ട്. പേസ്റ്റാക്കി, ഇത് ബീട്രൂട്ടും തക്കാളിയും ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 2 വറ്റൽമുളകും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ച് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇത് മൊത്തം ഒന്ന് ഒഴിച്ച് കൊടുക്കും. ഇത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ജീരകം ഇതെല്ലാം കൂടെ ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് നമ്മൾ ഓൾറെഡി ചതച്ചെടുത്തിട്ടുണ്ട്, എങ്കിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടെ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. അവനവൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുക. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ രസമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്നു. തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് വാങ്ങാം. അപ്പോൾ നല്ല അടിപൊളി രസമാണ് തയ്യാറായിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ബീട്രൂട്ട് രസം ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇവിടെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ കറിയൊന്നും ഇല്ലാവെന്ന് ഓർത്താൽ ഒന്നും വിഷമിക്കണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എത്ര സമയം എടുത്തു? 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ രസം തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.